2 3 10 ആവശ്യം പറഞ്ഞാൽ 10 ആവശ്യം BJP അംഗീകരിച്ചേനെ. 3 ആവശ്യം മാത്രമേ ഇവൻ മുന്നോട്ട് വെച്ചുള്ളൂ എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. 10 ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ആവശ്യം പിന്നെ ഇവർ അംഗീകരിച്ചേനെ. എന്താ കാരണം? ശനിയും ഞായറും ലീവാണ്. ഡൽഹിയിലേക്ക് ഒഴുകി വരുന്ന ജനങ്ങളെ കണ്ട് BJP പേടിച്ചു പോയി. എത്ര ആൾക്കാരാണെന്നറിയോ ട്രെയിനിൽ? പല സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലേക്ക് കയറിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ട്രെയിനിലാണ്, അവിടെ എത്തിച്ചേർന്നിട്ടില്ല. അത് എത്തുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ പറയുന്ന അവരുടെ പിന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെയൊക്കെ റിപ്പോർട്ട് അവിടെ എത്തുമല്ലോ. ഡൽഹിയിലേക്ക് എത്ര ആൾക്കാരാണ് വരുന്നതെന്നുള്ള ബോധ്യം BJPക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഉച്ചവരെ രാജിയില്ല എന്ന് പറഞ്ഞിട്ട് സെക്കൻഡുകൾ കൊണ്ട് രാജി പ്രഖ്യാപിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്നറിയോ? നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടാണ്. ഒരു കുഞ്ഞു വരിയാണ് നാഷണൽ മീഡിയൻ്റെ റിപ്പോർട്ടിങ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആ കുഞ്ഞു വരിയിലാണ് ആൾക്കാർ കാണുന്നത്. കാരണം ഒരു രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്ന സമയത്ത് അത് ഗോദി മീഡിയയ്ക്ക് സഹിക്കുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർ കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഗോദി മീഡിയകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? മീഡിയ എന്ന് പറയുന്നത് എന്താണ്? മീഡിയ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ 4 തൂണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ഞങ്ങൾ മീഡിയ ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നവർക്ക് ചോരയും നീരുമില്ല. ഗോദി മീഡിയകൾക്കൊന്നും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പോയി ചോരയും നീരുമില്ല. മൈക്കില്ലാതെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മൈക്കില്ലാതെ റിപ്പോർട്ട് ചെയ്തു. ഒരു ഗോദി മീഡിയനല്ലാതെ ഒരു മീഡിയനെ അവർ ജന്തർ മന്ദറിൽ ആരും തടഞ്ഞിട്ടില്ല കേട്ടോ. ഒരു മീഡിയനും തടഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്നും ഏകദേശം 9ഓളം മീഡിയകൾ വർക്ക് ചെയ്തല്ലോ അവിടെ. ഒരു മീഡിയനും കേരളത്തിൽ പോയി ഒരു മീഡിയനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മീഡിയനെ പോലും അവിടെ തടഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് തടയാത്തത്? അത് ഗോദി മീഡിയ അല്ല എന്നുള്ള ബോധ്യം ഈ പറയുന്ന കേരളത്തിലെ അല്ലെങ്കിൽ അവിടെ ജന്തർ മന്ദറിലെ ജനങ്ങൾക്കുണ്ട്. അവിടുത്തെ ഗോദി മീഡിയനെ തിരിച്ചറിയാനുള്ള ബോധ്യം CJPയിലെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ വിജയമാണ്. ഇതൊരു വിജയത്തിൻ്റെ തുടക്കമാണ് എന്നും കൂടെ ഞാൻ പറയാനാണ്.